ഹായ് ഗായ്സ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ജർമ്മനിയിലെ നഴ്സിംഗ് ജോബായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് ഒരു ഡ്യൂറേഷനാണ് നിങ്ങൾ മെയിനായിട്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷനിൽ മെയിനായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചു, നിങ്ങൾ B2 പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോസസ്സിങ് ചെയ്യുന്നു. ആ പ്രോസസ്സിങ്ങിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിക്രൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറിൻ്റെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള ഒരു ഡ്യൂറേഷൻ ഒരു 1 to 2 weeks ആണ് നോർമലി എടുക്കാറ്. അതിനുശേഷം നിങ്ങൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡെഫിസിറ്റ് ബെഷൈഡ് വേണം നിങ്ങൾക്ക്. ഡിസിഷൻ ആദ്യം ചെക്ക് ചെയ്യും. ആ ഡിസിഷൻ ചെക്ക് ചെയ്യണതിന് നോർമൽ പ്രൊസീജിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 to 4 months ആണ് എടുക്കുക. അത് ഡിപ്പെൻസ് അപ്പോൺ ദി ഏത് ലൊക്കേഷനാണ് നിങ്ങൾ ഡെഫിസിറ്റ് ബെഷൈഡ് അപ്ലൈ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങളുടെ എംപ്ലോയർ എവിടെയാണോ ആ ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾ കൂടുതലും അപ്ലൈ ചെയ്യുന്നത്. ഒരു ഡെഫിസിറ്റ് ബെഷൈഡ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നേ ഒരു അർബൈറ്റ്സ് ഫെട്രാഗ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ആ അർബൈറ്റ്സ് ഫെട്രാഗ് വെച്ചിട്ട് എംപ്ലോയറാണ് ഡെഫിസിറ്റ് ബെഷൈഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടും. അതുകൂടാണ്ട് ഇപ്പോൾ നമുക്കൊരു എംപ്ലോയർ ഇല്ലാണ്ടും ഡെഫിസിറ്റ് ബെഷൈഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അത് നോർമലി ഒരു 4 monthsോളം ടൈം എടുക്കും. അത് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു എംപ്ലോയറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദി എംപ്ലോയറും ഒരു ആക്സിലറേറ്റഡ് പ്രൊസീജിയറിലൂടെയാണ് കുറച്ചുകൂടെ ഡെഫിസിറ്റ് ബെഷൈഡ് എടുക്കാറ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പ്രീ അപ്രൂവലും അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യാണ്ട് ഇപ്പോൾ ഈവൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ആ ഒരു പ്രൊസീജിയറിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസയിലേക്ക് എത്താൻ പറ്റും. പ്രൊസീജിയർ ഇരിക്കുന്നത് നിങ്ങളുടെ റിക്രൂട്ടറിനെയും നിങ്ങളുടെ എംപ്ലോയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് പ്രോസസ്സിങ് കൊടുക്കുക. കാരണം പ്രോസസ്സിങ്ങിൻ്റെ ഡ്യൂറേഷൻ നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രീ അപ്രൂവൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ അടുത്തൊരു പാർട്ടായിട്ട് വീണ്ടും വരാം. ബൈ ഫ്രം ടുഡേ.